കാലത്തെ അതിജീവിച്ച് കലാസൃഷ്ടികൾ മുന്നിലേക്ക് പോകുമ്പോഴാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ച കലാകാരന്മാർ ഓർക്കപ്പെടുന്നത്. ഓർമ്മയിലെന്നും ജോൺസൺ മാസ്റ്റർ എന്ന പരമ്പര അത്തരത്തിലുള്ള ഒരുപാട് നല്ല പാട്ടുകളുടെ ഓർമ്മ നമുക്ക് സമ്മാനിച്ചു. രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പൊ നമ്മള് ഞാൻ ഗന്ധർവൻ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ തുടക്കത്തിലൊരു ഹമ്മിങ് വരുന്നതിന് മുമ്പ് എത്രയോ നേരം കുറെ പുകയും ആ പുകയെന്നൊരു അന്തരീക്ഷത്തിലൊരു ഗന്ധർവന്റെ വരവ്, അതൊക്കെ ഇപ്പൊ നമുക്ക് തിയേറ്ററിൽ ഒരു അറ്റ്മോസ് മിക്സ് ചെയ്തിട്ട് ഒരു 64 150 ട്രാക്കില് കേൾപ്പിക്കാൻ പറ്റും. ഇത് ഒരു TV ചാനലിൽ കണ്ടാലും കാസറ്റ് ഇട്ട് കണ്ടാലും ഏത് മൊബൈൽ ഫോണിൽ കേട്ടാലും ഇപ്പോഴും ഈ അതിന്റെ ഒരു ഫീല്. ജോൺസന്റെ പാട്ടുകൾ പോലെ തന്നെ ജോൺസന്റെ ചില ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഹിറ്റാണ്. അതായത് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്ക് സോങ് പോലെ തന്നെ നമ്മുടെ മനസ്സിൽ കിടക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൂവാനത്തുമ്പികളിൽ ക്ലാര വരുമ്പോ മഴ പെയ്യും, അതിന്റെ കൂടെ ഈ മ്യൂസിക് ഉണ്ടാവും. അതൊരു വല്ലാത്ത പോയറ്റിക് മൂഡാണ്. പറയാൻ സ്ഥിതിക്ക് നമുക്ക് ആ മ്യൂസിക് ഒന്ന് കേൾക്കാം. നമ്മള് പശ്ചാത്തല സംഗീതത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു ലിറിക്സ്, മ്യൂസിക് ഡയറക്ടർ, ഗായകൻ അല്ലെങ്കിൽ ഗായിക, കോറസ് ഒക്കെ പോലെ തന്നെ വലിയൊരു മേഖലയാണ് ഒരു പാട്ടിനെ സംബന്ധിച്ച് അതിന്റെ ഒരു ഓർക്കസ്ട്രേഷൻ എന്ന് പറയുന്നത്. പല വാദ്യോപകരണങ്ങളും ജോൺസൺ മാഷ് 10ഓളം വാദ്യോപകരണങ്ങൾ വായിച്ചിരുന്നു എന്നാണ് കേട്ടത്. നിരവധി നമ്മൾ കേട്ടിട്ടുള്ള ഒരുപാട് സിനിമാ പാട്ടുകൾക്ക് പിന്നിൽ വിൻഡ് ഇൻസ്ട്രുമെന്റ്സ് വായിച്ചിട്ടുള്ള രവീന്ദ്ര മാഷിനെയും ജോൺസൺ മാഷിനെയും ഒരുപാട് സംഗീത സംവിധായകരോടൊപ്പം വർക്ക് ചെയ്തിട്ടുള്ള ആ മേഖലയിൽ ഒരു പ്രഗത്ഭനായ ഒരാൾ നമ്മളോടൊപ്പം ഇപ്പൊ കൂടുകയാണ്. ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ജോസി ആലപ്പുഴ. ഞങ്ങള് വരികളെക്കുറിച്ച്, സിനിമ സിറ്റുവേഷൻ പലതിനെക്കുറിച്ചും സംസാരിച്ചു. എൻ്റെ ഒരു ഓർക്കസ്ട്രയുടെ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണ് ജോസ് ചേട്ടൻ. ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടില്ല ജോൺസൺ മാഷോടൊപ്പം? ഞാൻ 10ഓളം സിനിമകളിൽ ജോൺസന്റെ കൂടെ സഹകരിച്ചിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത് തന്നെ ഭൂതക്കണ്ണാടി ജോൺസൺ മാഷിന്റെ കൂടെയാണ്. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിൻ്റെ ആ ഒരു പാട്ട്, അതിൻ്റെ റെക്കോർഡിംഗ് വേള ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. കാരണം ഞാനിവിടുന്ന് ജോൺസൺ മാഷിൻ്റെ റെക്കോർഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പ്രാക്ടീസ് എല്ലാം ചെയ്ത് കോഴിക്കോട് മ്യൂസിക് സിറ്റിയിലാണ് എൻ്റെ വർക്ക്. പ്രാക്ടീസ് ചെയ്തെല്ലാം അവിടെ ചെന്നപ്പം ഫസ്റ്റ് എടുക്കുന്ന പാട്ട് തലചായ്ക്കാൻ ഒരു ആഴ്വാരം എന്നുള്ളൊരു പാട്ടാണ്. അപ്പം ബിറ്റെല്ലാം പറഞ്ഞപ്പോൾ നമ്മൾ പ്രാക്ടീസിന് എടുത്തു വെച്ചപ്പോൾ ഇത്രയുള്ളൊരു ഹാർമോണിയം, അത് ഈ പിച്ച് തമ്മിൽ ഭയങ്കര വ്യത്യാസം. അപ്പോൾ എൻ്റെ അടുക്ക ഞാൻ പറഞ്ഞു ചേട്ടാ ഇങ്ങനെ എനിക്ക് ശ്രുതി ചെറിയ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. ഞാൻ അങ്ങ് ഭയങ്കര വിഷമമായി പോയി. കാര്യം എനിക്ക് നമ്മൾ ആദ്യമായിട്ട് വായിക്കുന്നതല്ലേ. അപ്പം പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലായത്. അതിനകത്തൊരു തെരുവ് അത് അങ്ങനെ ഒരു അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ എന്താണ് അവരുടെയൊക്കെ മനസ്സിലെ ഒരു അതുകൊണ്ട് പാട്ടിന്റെ കൾച്ചർ ചോദിച്ചേട്ടെ. ഇതിപ്പം പൊന്മുട്ടയിടുന്ന താറാവില് തട്ടുമുട്ട് തീയിലൊരുക്കി എന്നുള്ളത് ശ്രദ്ധിച്ചാല് കുറെ തട്ടുമുട്ടും ഒക്കെ ആ പാട്ടിലുണ്ട്. ഇതിലൊരു പുള്ളുവൻ പാട്ടിന്റെ ഒരു ബേസ് അതിന്റെ പശ്ചാത്തല സംഗീതത്തിലും ഒക്കെ കിടക്കുന്നുണ്ട് ഈ സിനിമയില്. അപ്പൊ ഇനി ഇപ്പം അത് മാളച്ചേട്ടനാ പാടുന്നതെങ്കിൽ അതിനേക്കാളും നമുക്ക് ഇങ്ങനെ ഒരു പാട്ട് പാടുമെന്നൊക്കെ ചിന്തിക്കാവുന്ന രീതിയിലാണ് ചെങ്കോൽ എന്ന് പറയുന്ന പടത്തിലെ മധുരം ജീവാമൃതം ഒരു വഴിയില് കടയില് രാത്രി ഒരു വഴിവെക്കിലിരിക്കുന്ന ഒരാളാണ് മധുരം ജീവാമൃതം എന്ന് പറയുന്ന ഒരു പാട്ട് പാടുന്നത്. അപ്പം വിഷ്വലിൽ ആര് എങ്ങനെ വന്നാലും എല്ലാം അതിനെല്ലാം നേരത്തെ തന്നെ മനസ്സിൽ കണ്ട് കൃത്യമായിട്ട് ക്രമപ്പെടുത്തിയിട്ടുള്ളൊരു പാട്ടാണ് അദ്ദേഹം എല്ലാ സിനിമകൾക്കും വേണ്ടി ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഫിലിമിൽ എനിക്ക് എന്നെ അതിശയിപ്പിച്ച, എനിക്കത് രണ്ടും കണക്ട് ചെയ്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആദ്യത്തെ അനുഭവം അങ്ങനെയായിരുന്നു. രണ്ടാമത്തെ പടത്തിൽ വിസ്മയം എന്ന് പറയുന്നത് നമ്മുടെ എറണാകുളത്ത് റിയാനിലായിരുന്നു പരിപാടി. ആ പടത്തിന് കമ്പോസിങ് മുഴുവൻ, അതായത് ഒന്ന് ഓർക്കസ്ട്ര ചെയ്യാനായിട്ട് എല്ലാവരും ഉണ്ട്, ഭയങ്കരപ്പെട്ട കോറസ്, ഭയങ്കരപ്പെട്ട വയലിൻ എല്ലാം ഉണ്ട്.
ആ പാട്ടിന്റെ BGMs ഇതൊക്കെ ശരിയാക്കിയതിന് ശേഷമാണ് ഈ കോഡ് എഴുതുന്നത്. അതെ. അപ്പം അന്നത്തെ നമ്മളുടെ ഒരു ഇത്, അന്ന് നമ്മളിതൊന്നും കണ്ടിട്ടില്ല. പക്ഷേ അതാണ് മ്യൂസിക്, അതാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് തിരിച്ചറിഞ്ഞ ഒരു ദിവസമാണ്. ജോസിയേട്ടനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലവണ കണ്ടല്ലോ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള രവീന്ദ്രൻ മാസ്റ്റർ ഹരിമുരളീരവം എന്നുള്ള പാട്ടിലെ പുല്ലാങ്കുഴൽ വായിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ലജ്ജാവതി എന്ന് പറയുന്ന പാട്ടിന്റെ തുടക്കത്തിലെ അത് വായിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ കാണുന്ന ഒരുപാട് പാട്ടുകൾക്ക് പുല്ലാങ്കുഴൽ വായിച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പം ജോൺസൺ മാസ്റ്റർ ഒരു 2 പാട്ടുകൾ ജോസിയേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. തീർച്ചയായിട്ടും സാറിന്റെ തന്നെ പടത്തിലെ ഒരു പാട്ടാവട്ടെ, അതായിരിക്കും ഗംഭീരാവുക. അതെ. ഒരു വലിയ നൊസ്റ്റാൾജിയ. എനിക്ക് ഉർവശേഷി ഇങ്ങനെ കടിച്ചു പോകുന്ന ഇങ്ങനെ വെള്ളത്തില് ഓർമ്മ വരും ആ ലൊക്കേഷൻ മനസ്സിൽ വരുന്ന ആ സിനിമകളൊക്കെ. അപ്പം കണ്ട ഞങ്ങൾക്ക് ഇത്രയും വരുമെങ്കിൽ എന്ത്. ജോസ് ചേട്ടാ, മോഹം കൊണ്ട് ഞാൻ എന്നുള്ള പാട്ടെന്ന് ജോസ് ചേട്ടൻ ഫ്ലൂട്ടിൽ വായിക്കുന്ന ഒരു അഴകാണ്, അത് കേൾക്കാൻ ഒരു സുഖമാണ്. തീർച്ചയായിട്ടും നമുക്ക് വായിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പാട്ടും കൂടെ ആയാൽ അതിനേക്കാൾ മനോഹരമല്ലേ. ആയിക്കോട്ടെ, ഒരു 2 പേരും കൂടെ ഒരു വരി പാടുന്നു, ഒരു വരി വായിക്കുന്നു, പോവാൻ നമുക്ക് നന്നാവും. ഓക്കെ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി ദൂരെ നീളെ തളിരാർന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്ത നാൾ മധു തേടിപ്പോയി. നമ്മുടെ റാണി ചേച്ചി ജോൺസനെ പറ്റി എഴുതിയേക്കണ ലേഖനത്തിന്റെ ശീർഷകം ഇതാണ്, മോഹം കൊണ്ടു ഞാൻ എന്നുള്ളതാണ്. ജോസ് ചേട്ടാ, ഒരെണ്ണം കൂടെ ഏതാണ് തരാനുള്ളത് ഞങ്ങക്ക്? കണ്ണാടി കയ്യിൽ. ഉറപ്പായിട്ടും ഗ്രിപ്പുള്ള പാട്ടാണ്.
സത്യൻ സാറിനോട് ദാമോദരൻ സാറിനൊക്കെ ഏത് പാട്ടാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ എന്തായാലും എല്ലാം എന്നുള്ള ഉത്തരത്തിലേക്ക് ആയിരിക്കില്ലേ പോവുക? അങ്ങനെയല്ല പറയാൻ പറ്റില്ലല്ലോ, ജോൺസൺ എല്ലാമാണ്. അതെ. അതെ. എനിക്ക് ഞാൻ ജോൺസൺ കമ്പോസിങ്ങിന് വരുമ്പോൾ എന്നും നമ്മുടെ പാട്ട് തുടങ്ങണൊക്കെ മുമ്പ് പാടിപ്പിക്കുന്ന 2 പാട്ടുകളുണ്ട്. ഞാൻ പറയും ജോൺസ അനുരാഗിണി ഒന്ന് പാട്. അപ്പോൾ പുള്ളി ഇയാൾ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് അനുരാഗിണി പാടും. അത് കഴിഞ്ഞ് അടുത്തത് ഞാൻ പറഞ്ഞേക്കാൻ മുമ്പ് എന്നെ പുള്ളി പറയും അത് ഗോപികയാണ്. ഈ 2 സോങ്ങും ഞാനൊരു മൂഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാറ്റത്തെ കിളിക്കൂടും കാറ്റത്തെ കിളിക്കൂടും എന്റെ അനുരാഗിണി എന്നുള്ള ജോഷിയുടെ പടത്തിലെ ഒരു കുടക്കീഴിൽ ഒരു കിടക്കയിൽ അത് അപാരമായ ഒരു ഹാർട്ടിലേക്ക് എത്തുന്ന അതിമനോഹരമായ ലിറിക്സുമാണ്. അതെ, പൂച്ചൽ ഖാദറിന്റെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വല്ലാത്ത മൂഡ് ഉണ്ടാക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ഞാൻ ജോൺസന്റെ ശബ്ദത്തിൽ പാടി കേൾക്കാൻ ഈ നമുക്ക് പാടി കേൾക്കാനേ ജോൺസന്റെ ശബ്ദത്തിൽ പാടി കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഭാവം ഉണ്ടോ അതില്. ജോൺസൺ പാടി കൊടുക്കുമ്പോൾ നമ്മൾ കമ്പോസ് ചെയ്തിട്ട് പാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ മിക്കവാറും നമ്മളത് കേൾക്കുമ്പോൾ ജോൺസൺ തന്നെ പറയാറുണ്ട് ഒരു 40% പാടി കിട്ടിയാൽ രക്ഷപ്പെട്ടു. അദ്ദേഹം ഡയറക്ടർ പാടുന്ന ഭാവം നമ്മുടെ റീ റെക്കോർഡിങ്ങിനൊക്കെ ഒരു ഇൻസ്ട്രുമെന്റിനും അങ്ങനെ അതെ 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 കിട്ടി കേൾക്കത്തില്ല. എപ്പോഴും മ്യൂസിക് ഡയറക്ടർ പാടി കേൾക്കുന്നത് നമ്മൾ ആ ഒരു ഫീല് നമുക്ക് എപ്പോഴും അതിന്റെ പകുതി അടുത്തേ നമുക്ക് ചിലപ്പം ഗായകരിൽ നിന്ന് കിട്ടത്തുള്ളൂ. പാടി കൊടുക്കാൻ പറ്റുന്ന ഒരാളാണ് ഈ ജോൺസൺ. ഇപ്പോഴത്തെ പലർക്കും പാടി കൊടുക്കാൻ അറിയില്ല. പഴയ പാട്ടുകള് ബാബുരാജിന്റെ പാട്ടുകളൊക്കെ നമുക്ക് യൂട്യൂബിൽ കിട്ടുന്നുണ്ട്. രസമാണ് ആ ഒരു പുഷ്പം. അല്ല മറ്റത് റിയൽ ആയിട്ടുള്ളത് ഗംഭീരമാണ്. പക്ഷെ ഒരു മ്യൂസിക് ഡയറക്ടർ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സ്വരം മുഴുവൻ കിട്ടില്ല കേട്ടോ. രക്തം എന്ന് പറയുന്ന ഒരു സിനിമ കൂടെ ജോൺസൺ മാസ്റ്റർ ഒപ്പം ചെയ്തിട്ടില്ലേ? അത് ഏതായിരുന്നു? 3 പടം ചെയ്തിട്ടുണ്ട്. 3 പടം ചെയ്തിട്ടുണ്ട്. ഇതിൽ രക്തം ജോഷി സാറിന്റെ സിനിമ. രക്തം ജോൺസനാണ് 81 ചെയ്താണ്. ആദ്യ കാലഘട്ടത്തിലുള്ള പാട്ടാണ്. ആ സമയത്ത് എഴുതിയിട്ട് മ്യൂസിക് ആണോ മ്യൂസിക്കിൽ എഴുത്താണോ? രണ്ടും ചെയ്തിട്ടുണ്ടല്ലേ. ഈ സുഖം ഒരു ഗ്രീഷ്മം ഇറങ്ങിയ ഭൂവിൽ നല്ലൊരു പാട്ട് ചെയ്യുമ്പോൾ കുറെ മ്യൂസിക് ചെയ്തു, ഇഷ്ടപ്പെട്ടില്ല. ജോഷിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളി കുറെ കഴിഞ്ഞിട്ട് ഞാൻ ബംഗാളിയിൽ പണ്ട് കേട്ടിട്ടുള്ള ഒരു ട്യൂണിന്റെ ഓർമ്മയിലൊരു സാധനം ഉണ്ടെന്ന് ചെയ്ത സംഭവം സുഖം ഒരു ഗ്രീഷ്മം ഇറങ്ങിയത്. ഈ അടുത്ത് എം ജയേന്ദ്രൻ ഒരു ദിവസം എന്നെ വിളിക്കുകയാണ്, 6 മാസം മുമ്പ്. അദ്ദേഹം വിളിച്ചിട്ട് കാലത്താണ് ഞാൻ സാറിനെ ഒന്ന് കടിച്ചോട്ടെ എന്ന്. വെറുതെ വെക്കുക. അപ്പൊ ഞാൻ ഇന്നലെ വല്ലതും അടിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. ഇല്ല, അല്ല അടിക്കില്ല, എനിക്കറിയാം, നല്ല സുഹൃത്ത് ബന്ധമുള്ളതാണ്. അപ്പൊ പറഞ്ഞു ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേട്ടിട്ടുണ്ട് ആ സുഖം ഒരു ഗ്രീഷ്മം ഇറങ്ങിയ പോയി. അത് ആ ദാസേട്ടൻ സുഖം എന്ന് പറയുമ്പോൾ തന്നെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം. അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ താങ്കളാണ് എഴുതിയതെന്ന് ഞാൻ ഇന്നലെ മാത്രമാണ് അറിയുന്നത്. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് വളരെ സൗഹൃദമുള്ള മനുഷ്യനാണ്, ഇതറിഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് ചെയ്തത് വളരെ കഷ്ടപ്പെട്ട് BTHലിരുന്ന് എറണാകുളത്ത് ഭാരത് ടൂറിസമില്ല. അതിൻ്റെ കഥയിൽ എന്താ വെച്ചാൽ ഒരു ഗ്രീഷ്മം ഇറങ്ങിയ ഭൂവിൽ നിന്നുള്ള പാട്ട് വരി എഴുതി കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസർക്ക് പിടിച്ചില്ല. ജഗൻ പിക്ചേഴ്സ് അപ്പച്ചനാണ്. ഗ്രീഷ്മം എന്നുള്ള വാക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഇത് നല്ല സുഖമുള്ള സംഗതി എല്ലാം അമഞ്ഞു വന്നിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും എടുത്ത് കളയണം. അപ്പം എന്താ ഞാനും ജോൺസൺ അത് ഭയങ്കര ഇഷ്ടം. ജോൺസൺ ഈ പറഞ്ഞ പോലെ ലിറിക്ക് നല്ല ഇഷ്ടമുള്ളതാണ്, നന്നായിട്ട് വായിക്കുന്ന ഒരു മനുഷ്യനാണ്, സാഹിത്യമൊക്കെ ഇഷ്ടമാണ്. പാടി വരുമ്പോഴും ഗ്രീഷ്മം നല്ലത്. ജന്മം ചെയ്യാൻ സമ്മതിക്കില്ല അപ്പച്ചൻ. ഞങ്ങൾ അപ്പച്ചനെ പറ്റിക്കാൻ വേണ്ടി സുഖം ഒരു വേനലിറങ്ങിയ ഭൂവിൽ നിഴൽ മാത്രം നോക്കി. പാട്ട് ട്യൂണിന് കറക്റ്റാണ്, കൊള്ളില്ല, ആ ഡെപ്തും കിട്ടില്ല. ആ വിഷ്വലിൻ്റെ ഒന്നും ഡെപ്ത് കിട്ടണ്ടേ ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ. അറിയാലോ, ഇപ്പോൾ സത്യനൊക്കെ അറിയാൻ പറ്റുമത്. അത് കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ജോൺസണും കൂടെ പണി അപ്പച്ചൻ ഇങ്ങനെ ചെയ്തോട്ടെ, നമുക്ക് ദാസേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ചട്ടം കെട്ടിയിട്ട് ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞ് ശരിയാക്കാമെന്ന്. സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ഞങ്ങൾ ദാസേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഗ്രീഷ്മം എന്ന് പാടുക. അപ്പം അപ്പച്ചൻ കയറി ഇടപെടും. അപ്പം വേനൽ എന്നുള്ള വാക്കാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറയാം. അത് വേണ്ട, ഗ്രീഷ്മം എന്ത് സുഖമാണെന്ന് പാടിത്തരാം എന്നിട്ട് ദാസേട്ടൻ്റെ ഗ്രീഷ്മം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പാടുക. ആ ഗ്രീഷ്മമാണ് അതിന്റെ ഏറ്റവും വലിയ സുഖം. ആ പാടി ദാസേട്ടൻ ഗ്രീഷ്മം എന്നുള്ള വാക്കിന്റെ ഒരു ഡെൻസിറ്റി, ഡെപ്ത് കിട്ടുമോ? അതിന് കിട്ടില്ല. ഒരു ഗായകന്റെ കൂടെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കാണാം. നിരവധി വർഷങ്ങളായി ഒരുപാട് നല്ല ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള പ്രിയപ്പെട്ട പാട്ടുകാരൻ, പ്രിയപ്പെട്ട ബിജു നാരായണൻ ചേട്ടൻ ജോൺസൺ മാഷെ ഓർക്കുന്നു. കുട്ടിക്കാലം മുതലേ ഞാൻ ഒരുപാട് ആരാധിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു ജോൺസേട്ടൻ. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പിന്നീട് പാടുവാൻ സാധിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നില്ല.
വളരെ കണിശക്കാരനായിട്ടുള്ള ഒരു സംഗീത സംവിധായകനായിട്ടാണ് ജോൺസേട്ടനെ ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു ഗായകനിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് വളരെ കൃത്യമായിട്ടുള്ള ബോധവും അത് കൃത്യമായിട്ട് തന്നെ പാടിപ്പിച്ചെടുക്കാൻ ജോൺസേട്ടനുള്ള ഒരു കഴിവ് എടുത്തു പറയേണ്ടതാണ്. ഒരുപാട് നല്ല ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അതേപോലെ അദ്ദേഹമായിട്ട് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പാടിയ ഗാനങ്ങളിൽ കല്യാണ സൗഗന്ധികത്തിലെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കല്യാണ സൗഗന്ധികം മുടിയിലണിയുന്ന തിരുവാതിരേ. അതേപോലെ നീ വരുവോളം സിനിമയിലെ പൂവോ നിലാവോ പാലാഴിയോ പൂക്കും കൊതുമ്പിൻ പൂന്തോണിയോ. അങ്ങനെ ഒരുപാട് നല്ല ഗാനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പാടുവാൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ബാഷ്പാഞ്ജലികൾ. ഓർമ്മയിലെന്നും ജോൺസൺ മാസ്റ്റർ എന്ന ഈ പരമ്പരയിൽ ഇനിയും ആ മഹാപ്രതിഭയെ അനുസ്മരിക്കാൻ നമ്മളോടൊപ്പം ഒരുപാട് പേര് എത്തേണ്ടതുണ്ട്. 1979 ജോൺസൺ എന്ന പേരിൽ ആദ്യമായി ഒരു സംഗീത സംവിധായകൻ പിറവിയെടുക്കുമ്പോൾ അന്ന് ആ ഗാനത്തിന് വരികൾ എഴുതിയ ദാമോദരൻ സാറിന്റെ സാന്നിധ്യം നമുക്ക് വളരെ വിലപ്പെട്ടതായിരുന്നു. ആ സാന്നിധ്യത്തിന് ഞങ്ങളുടെ പേരുള്ള നന്ദി ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം അറിയിക്കുന്നു. നന്ദി സാർ, താങ്ക് യു, ഞങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ചതിന് താങ്ക് യു. ഓർമ്മയിലെന്നും ജോൺസൺ മാസ്റ്റർ എന്ന ഈ പരമ്പരയിൽ ഇനി നമ്മളോടൊപ്പം ചേരുന്നത് മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഗായികയാണ്. മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലും ഒരുപാട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ഗായിക, ജോൺസൺ മാസ്റ്ററുടെ പാട്ടുകൾ പാടിയിട്ടുള്ള ഒരു ഗായിക. ഹൃദയപൂർവ്വം ഈ പരമ്പരയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട മിൻമിനി. മിൻമിനി ചേച്ചിയും ഏതെങ്കിലും ഒരു പരിപാടിയിൽ കണ്ടിട്ട് കുറച്ചു നാളായി. ഇതിലേക്ക് വന്നതിൽ വളരെ സന്തോഷം. ജോൺസൺ മാഷോടൊപ്പം ആദ്യം പാടിയ പാട്ട് ഏതായിരുന്നു മിൻമിനി ചേച്ചി? ആദ്യമായിട്ട് പാട്ടാണ് പാടിയത്. ആ, ജോൺസേട്ടൻ ഇതാണ് മ്യൂസിക് ഡയറക്ടർ ജോൺസൺ എന്നൊന്നും അറിയാതെ അത് ഞാൻ ചെന്നൈയിൽ എത്തിയ ദിവസം രാജാ സാറിൻ്റെ വോയിസ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അന്ന് തന്നെ രാജാ സാറിൻ്റെ ഒരു പാട്ട് പാടി. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് മലയാളത്തിലെ സിനിമയിലൊരു ചാൻസ് തന്ന ആളാണ് രാജാമണി സാറ്. അപ്പോൾ സാറിൻ്റെ വീട് സാലിഗ്രാം തന്നെ ആയതുകൊണ്ട് ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ഞങ്ങൾ രാജാ സാറിൻ്റെ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് കൂടെ ജയനങ്ങളും ഉണ്ടായിരുന്നു, നമ്മുടെ പാട്ട് പാടുന്ന ജയനങ്ങൾ. അങ്കിള് ഞങ്ങള് രാജാമണി സാറിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അപ്പോൾ ഭയങ്കര സന്തോഷമായി ഞാൻ പാടി എന്നൊക്കെ അറിഞ്ഞപ്പോൾ. അപ്പോൾ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, ഇപ്പം രാത്രി അരവിന്ദ് ഓഡിയോയിലൊരു പാട്ട് റെക്കോർഡ് ചെയ്യാനുണ്ട്, ജോൺസേട്ടനാണ് പാടുന്നത് കൂടെ എന്ന് പറഞ്ഞു. ശരി, ജോൺസേട്ടൻ എന്ന് പറഞ്ഞത് ഈ മ്യൂസിക് ഡയറക്ടർ ജോൺസൺ ആണ് എന്ന് ഗ്രഹിക്കാനുള്ള ഒരു അറിവൊന്നും എനിക്ക് അന്നില്ല. അല്ല, അന്ന് കൂടെ പാട്ടുകാരനായിട്ടാണോ പരിചയപ്പെടുത്തുന്നത്? ആ, അപ്പൊ ഞാൻ ജോൺസേട്ടൻ പാടുന്നു, ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് അരവിന്ദ് ഓഡിയോയിലായിരുന്നു, വോയിസ് മിക്സിംഗ് ആയിരുന്നു അത്. അവിടെ ചെന്നു, ഞാൻ പാട്ടൊക്കെ എഴുതിയെടുത്തു. അടുപ്പൂതും പെരിയ മച്ച 5 വക കുളമ്പ് വച്ച, അങ്ങനെ ഒരു പാട്ടാണ്, ഒരു ഫോക്ക് സോങ് ആണ്. അപ്പോൾ അത് എഴുതിയെടുത്തു. അതിൻ്റെ മെയിൽ വെർഷൻ പാടാനായിട്ടൊരു ചേട്ടൻ വന്നു. കൂടെ കുറേ 2-3 പേരൊക്കെ കൂടെ ഉണ്ട്. ഭയങ്കര സ്പീഡിൽ വന്നു എൻ്റെ അടുത്ത് ഇങ്ങനെ, എന്താ മോളുടെ പേര് എന്ന് ചോദിച്ചു. മിനി എന്ന് പറഞ്ഞു. പാട്ട് എഴുതിയെടുത്തു. ഞാൻ പാട്ട് പഠിച്ചിരിക്കുകയാണ്. ജോൺസേട്ടൻ വന്ന് പാട്ട് പഠിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പാടി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോള് നന്നായിട്ട് പാടിയിട്ടാ എന്ന് പറഞ്ഞു. അസലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. ആള് കുറച്ചു നേരം കൺസോൾ റൂമിൽ നിന്ന് എന്തൊക്കെയോ സംസാരിച്ചു. ഒരു പ്രാവശ്യം പാട്ട് കേട്ടു, ആളങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബാഗൊക്കെ എടുത്ത് ബുക്കൊക്കെ എടുത്ത് കൺസോൾ റൂമിൽ ചെന്നു. എന്നെയും പാട്ടൊക്കെ കേൾപ്പിച്ചു. അപ്പം രാജമണി മാഷിന് മനസ്സിലായി എനിക്ക് ആളെ പിടികിട്ടിയിട്ടില്ല എന്നുള്ളപ്പം. നിനക്ക് ആ ആളെ മനസ്സിലായോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇല്ല, ജോൺസൺ ചേട്ടൻ എന്ന് പറഞ്ഞു. അതാണ് മ്യൂസിക് ഞാൻ ആദ്യം ജോൺസൺ മാഷായിട്ടുള്ള എന്റെ അനുഭവം പാട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഞാൻ സ്വാഭാവികമായിട്ടും ജോൺസൺ മാഷ് സംഗീതം കൊടുത്ത ഒരു മ്യൂസിക്കിൽ ചേച്ചി പാടി എന്നുള്ള ഞാൻ വിചാരിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ അത് നിങ്ങൾ ഒന്നിച്ച് ഡുവറ്റ് പാടിയതാണെന്നുള്ളത് ഞാൻ ഉൾപ്പെടുന്ന ഒരു വലിയ തമിഴായിരുന്നു അല്ലേ?
തമിഴ്. എന്റെ ലൈഫ് എന്ന് പറയാൻ അങ്ങനെ ഒരു ലൈഫായിരുന്നു. 14 വയസ്സ് മുതൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോ മാത്രമായിരുന്നു എന്റെ ജീവിതം. എനിക്ക് വേറെ ഒന്നും അറിയില്ല പാട്ടല്ലാതെ. പാട്ടും ശരിക്കും അറിയില്ല, പറഞ്ഞു തരണത് പാടും, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു കുടുംബ സമേതോ കുടുംബസമേതം ജയരാജ് സാറിന്റെ സിനിമയിലാണ് ഒരു അതേത് പാട്ടായിരുന്നു അന്ന്? നീലരാവിൽ ഇന്ന് നിന്റെ താരഹാരം വിളകി എന്ന് പറയുന്ന പാട്ട്. ഊഞ്ഞാലുറങ്ങി ഹിന്ദോള രാഗം വാങ്ങി എന്ന് പറയുന്ന. അല്ലാതെ തന്നെ നമ്മളെ അടുത്ത് കമ്പോസിങ്ങിന് വരുമ്പോ മിൻമിനെ പറ്റി പറയാറുണ്ട്. നല്ല ടാലന്റ് ഉള്ള കുട്ടിയാണ്, അതായത് അവള് ഇങ്ങനെയൊന്നും എത്തേണ്ട ആളല്ല എന്നൊക്കെ പറയാറുണ്ട്. കുറച്ച് അവർ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് പലപ്പോഴും ചിലപ്പോൾ വിളിക്കാൻ പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷെങ്കിലും ജോൺസൺ വലിയ അപ്രീസിയേഷൻ ഉള്ള ഒരാളാണ്. ഭൂതകണ്ണാടിയിൽ പാടിയിട്ടുണ്ടല്ലോ. അതെ അതെ, അത് എന്റെ ശബ്ദം പോയതിനു ശേഷമാണ്. ആശമരത്തിന്റെ അതിരന്തലക്കെ 1000 പൂക്കില പൊട്ടി വിരിഞ്ഞ് കുണുക്കിട്ട കോഴി കുറിഞ്ചാത്തൻ കോഴിക്ക് അടിവയറ്റിന്ന് ഒരു പുതിയൊറഞ്ഞ്. ആ പാട്ട് എത്രയോ പാട്ടുണ്ട്. അദ്ദേഹം ഒരു മ്യൂസിക്, പിന്നെ മേലെപ്പറമ്പിലാൻ വീട് എന്ന് പറയുന്ന സിനിമയിൽ വെള്ളിത്തിങ്കൽ പൂങ്കിണ്ണം തുള്ളിത്തു ആ പാട്ട് പാടിയിട്ടുണ്ട്. ഒരു അതില് തന്നെ ഉണ്ട് ഊരു സനം ഓടി വന്ന് സേര്. അത് എനിക്ക് തോന്നുന്നത് തമിഴ് പാട്ട്. ചേച്ചി മലയാളിയാണെങ്കിലും ഇപ്പൊ ചിന്ന ചിന്ന ആസൈ ഉൾപ്പെടെ തമിഴിലാണല്ലോ. തമിഴിൽ പോയി പാടിയിട്ട് അവിടുന്ന് മലയാളികള് തിരിച്ചറിയാം. നേരെ മലയാളത്തിലല്ല, ഞാൻ നേരെ മലയാളത്തിലാ പാടി. ആണ് ആരും അധികം അറിഞ്ഞു. അതാണ് ഞാൻ തിരിച്ചറിയുക എന്നുള്ള വാക്ക് കൃത്യമായിട്ട് ഉപയോഗിച്ചത്. അല്ല, ചിന്ന ചിന്ന കൂടിയിട്ട് ആ പാട്ട് ഉണ്ടാക്കിയ ഒരു അലകള് ഭയങ്കരമാണല്ലോ. വേൾഡ് വൈഡ് അല്ലേ? അതെ. അപ്പൊ അതിന് മുമ്പ് പാടിയെങ്കിലും നമ്മൾ അറിയുന്നത് ഇതിലാണ്. മാത്രമല്ല ഇന്നത്തെ അത്രയും അറിയാൻ കാസറ്റിന്റെ കവറിൽ പേര് വരുന്നതിനപ്പുറം, അല്ലെ സിനിമയുടെ ടൈറ്റിൽ കാർഡിൽ പേര് വരുന്നതിനപ്പുറം, ആകാശവാണിയിൽ പേര് പറയുന്നതിനപ്പുറം നമുക്കൊരാളെ മുഖം കൊണ്ടോ ഒന്നും ഒരു പാട്ടുകാരനെയോ പാട്ടുകാരിയോ അറിയാനുള്ള വഴിയില്ലാത്തൊരു കാലഘട്ടമായിരുന്നത് കൊണ്ട് ഈ ചിന്ന ചിന്ന ആസയിലാണ് നമ്മൾ അവിടെ പോയിട്ട് വന്നെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ മേലെപ്പുറമിലാണ് വീട് ഞാൻ പറയുന്നത്, അതില് പവിഴം തമിഴത്തിയ. അപ്പൊ അന്ന് നമ്മളെ സംബന്ധിച്ച് അന്ന് ഈ പാട്ട് പാടിയ ആളും തമിഴത്തിയാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വെള്ളിത്തിങ്കൾ പൂങ്കിണ്ണൊക്കെ കേൾക്കുമ്പം അതിനൊരു പവിഴം എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഒരു ഫീല് വരും നമുക്ക്. മലയാളിയാണ് പാടിയെങ്കിലും തമിഴത്തിയുടെ ഒരു ഫീലിലാണ് ഈ 2 പാട്ടുകളും നമ്മൾ കേട്ടിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ തമിഴത്തിയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. കൂടുതൽ ഇത് തന്നിട്ടുള്ളൂ. തമിഴാണ് കൂടുതൽ പാടിയതും തമിഴാണ്. ഒരു പാട്ടുകാരൻ, ഒരു ഗായകന്റെ കൂടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഈ അവസരത്തിൽ കേൾക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പാട്ടുകാരനാണ്. ഒരുപാട് ഹിറ്റ് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ആളാണ്. കഴിഞ്ഞ കൊല്ലം പോലും പ്രേമലു എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൊരു പാട്ട് പാടിയിട്ടുള്ള ആളാണ്. സ്നേഹപൂർവ്വം പ്രിയപ്പെട്ട മാർക്കോസ് ഏട്ടൻ. ജോൺസൺ മാഷിനെ പറ്റി പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഗാനമേള രംഗത്ത് വർക്ക് ചെയ്യാനായിട്ട് ഇറങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ്. പക്ഷെ അദ്ദേഹമായിട്ട് അന്ന് അധികം മിങ്കിൾ ചെയ്യാൻ പറ്റിയില്ല. കാരണം തൃശ്ശൂർ ആറ്റ്ലി എന്ന് പറഞ്ഞൊരു ഗിറ്റാറിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓർക്കസ്ട്ര ജോൺസൺ മാഷ് ഉൾപ്പെടെ ഉള്ളവർ ചേർന്ന് ആണ് വർഷങ്ങൾക്ക് മുമ്പ് അത് വോയിസ് ഓഫ് തൃശ്ശൂർ എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ ആരംഭിച്ചത്. അപ്പോൾ അന്ന് ഒരു ഫംഗ്ഷന് പാടാൻ ചെല്ലുമ്പോഴാണ് അദ്ദേഹത്തെ ഒന്ന് കണ്ട് പോയത്. പക്ഷെ അന്ന് കൂടുതലായിട്ടൊന്നും പരിചയപ്പെടാനിട വന്നില്ല. പിന്നീട് കേൾക്കാത്ത ശബ്ദം എന്ന ബാലചന്ദ്ര മേനോൻ്റെ ചിത്രത്തിന് വേണ്ടി ഓഡിഷന് ചെന്നപ്പോഴാണ് ശരിക്കും ഞാൻ അദ്ദേഹത്തെ കാര്യമായിട്ട് പരിചയപ്പെട്ടത്. അപ്പോൾ അത് മദ്രാസ് തരങ്ങണി വെച്ചിട്ടായിരുന്നു. എനിക്ക് സെഞ്ച്വറി ഫിലിംസാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ സെഞ്ച്വറി ഫിലിംസിൻ്റെ ഓഫീസിൽ നിന്നുള്ള ഒരു വിളിയുടെ പുറത്ത് ഞാൻ മദ്രാസിൽ തരങ്ങണി സ്റ്റുഡിയോയിൽ ചെല്ലുന്നു. അവിടെ വെച്ചിട്ടാണ് മാഷിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. വോയിസ് മാഷിനെ ഇഷ്ടപ്പെട്ടു. എന്തായാലും താൻ ഈ സിനിമയിൽ പാടുന്നുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ചലച്ചിത്രമായ കേൾക്കാത്ത ശബ്ദം എന്ന ചിത്രത്തിലെ കന്നിപ്പൂമാനം എന്ന ഗാനം ഞാൻ പാടാനിടയാകുന്നത്. എന്നെ കണ്ടെത്തി എന്നെ സിനിമയിൽ അവതരിപ്പിച്ചത് ജോൺസൺ മാഷാണ് എന്നുള്ളത് ഇനിയും മാറ്റി പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അദ്ദേഹമാണ് എന്നെ കണ്ടെത്തിയത്. ഒരുപാട് പേര് സംഗീതം ചെയ്യുന്നുണ്ട്. പക്ഷെ സംഗീതം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന, അതായത്
വോക്കൽ ആയിട്ടും ഉപകരണങ്ങളായിട്ടും അതേപോലെ ഈ കോഡ്സ് സെറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലായാലും ഓർക്കസ്ട്രേഷൻ്റെ ബീജി ഉണ്ടാക്കുന്ന കാര്യത്തിലായാലും റീ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിലായാലും എല്ലാം മാഷ് വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഓരോ തീരുമാനങ്ങളും പെട്ടെന്ന് അദ്ദേഹം കമ്പോസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതെല്ലാം ആണ് ഒരു യഥാർത്ഥ മ്യൂസീഷ്യൻ എന്ന് പറയാനുള്ള, അദ്ദേഹത്തെ മാസ്റ്റർ എന്ന് വിളിക്കാനുള്ള ഒരു കാരണമെന്ന് ഞാൻ കരുതുന്നു. ഒരുപാട് പാട്ടുകാരെ കണ്ടെത്തുകയും കൊണ്ടുവരികയും ആലപിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ജോൺസൺ മാഷ്. നമുക്ക് ജോസി ചേട്ടൻ്റെ ഒരു പ്രകടനം കൂടെ തൽക്കാലം ഒന്ന് കാണാം. ജോൺസൺ മാഷെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ആദ്യം പറയുന്ന പാട്ടുകളൊന്നാണ് കണ്ണീർ പൂവിന്റെ കവളിൽ തലോടി എന്നുള്ള പാട്ട്. അതൊന്ന് കേൾക്കാൻ ജോസി ചേട്ടാ. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴമ്പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു, എന്തേ പുള്ളൂർക്കുടം പോലെ തേങ്ങി. ജോസേട്ടൻ റെക്കോർഡിങ്ങുകളുടെയൊക്കെ വലിയ തിരക്കുകളിൽ നിന്നാണ് എന്നറിയാം. ഓർമ്മയിലെന്നും എന്ന പരിപാടിയുടെ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒരുപാട് സന്തോഷം, നന്ദി അറിയിക്കുന്നു. ഒരുപാട് പാട്ടുകൾ ജോസേട്ടൻ ഞങ്ങൾക്കിപ്പം സമ്മാനിച്ചു. അതെല്ലാം ഈ ഒരു വലിയ ജോൺസൺ മാഷ് എന്നൊരു വലിയ സംഗീതജ്ഞൻ്റെ ഓർമ്മകളിലൂടെ യാത്ര ചെയ്യുമ്പം നമ്മൾ ഈ പാട്ടുകളെ കുറിച്ച് എപ്പോഴും പറയുക എന്നുള്ളതിനേക്കാളും പാട്ട് പാടുക, അത് സംഗീതമായി തന്നെ കേൾക്കുക എന്നുള്ളതിനാണ് കൂടുതൽ പ്രസക്തി. വളരെ സന്തോഷം വന്നതിൽ നന്ദി. താങ്ക് യു സോ മച്ച്. എനിക്കിതിനകത്ത് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എനിക്ക് ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു ആൾക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ജോൺസൺ മാഷ്. കാരണം ഞാൻ ഈ മരിക്കുന്നതിന് ഒരു മാസം മുമ്പ് വരെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് ചില കാര്യങ്ങൾ എപ്പോഴും നമുക്ക് മറക്കാൻ വയ്യാത്ത ഒരുപാട് മെമ്മറികൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്ന ഒരു മാസ്റ്ററാണ്. അപ്പം ആ ആത്മാവിന് മുമ്പിൽ പ്രണമിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓർമ്മയിലെന്നും ജോൺസൺ മാസ്റ്റർ എന്ന ഈ പരമ്പരയിൽ ഇനി ഒരാൾ കൂടി വരികയാണ്. ഒരുപക്ഷെ നമ്മളാരും അദ്ദേഹത്തെ അറിഞ്ഞതിനും അപ്പുറം ജോൺസൺ മാസ്റ്ററെ അറിയാവുന്ന ഒരാൾ, ജോൺസൺ മാസ്റ്ററുടെ പ്രിയപ്പെട്ട പത്നി റാണി ആൻറ്റി. ഞാൻ കൂട്ടിക്കൊണ്ടുവരാം. റാണിയാൻറ്റി, സ്വാഗതം പരിപാടിയിലേക്ക്. ഞങ്ങൾ കഴിഞ്ഞ കുറേ അധികം സമയം 28 സിനിമകൾ ജോൺസൺ മാഷോടൊപ്പം ചെയ്ത സത്യൻ സാർ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഞങ്ങൾക്ക് കേട്ടുള്ള പരിചയമാണ്, പാട്ടിലൂടെയും സിനിമയിലൂടെയൊക്കെ. ഒരുപക്ഷെ ഇതിനൊക്കെ അപ്പുറമുള്ള ഒരു ജോൺസൺ മാഷെ കണ്ടിട്ടുള്ള ആളാണ് റാണി ആൻറ്റി എന്ന് പറയുന്നത്. വീട്ടിൽ അദ്ദേഹം സംഗീതത്തിന് എന്തുമാത്രം കൊണ്ടുവരുമായിരുന്നു വീട്ടിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക്? വീട്ടിലേക്ക് അങ്ങനെ എപ്പോഴും പാടിക്കൊണ്ടൊന്നും നടക്കില്ല. റെക്കോർഡിങ് കഴിഞ്ഞ് വന്നാൽ കുറേ നേരം ഇട്ട പാട്ട് എന്നെ ഫസ്റ്റ് കേൾപ്പിക്കണത്. കാറിലേക്ക് വിളിച്ചിട്ട് തന്നെ അവിടെ ഇരുന്ന് പാട്ട് കുറേ പ്രാവശ്യം കേട്ട് മതിയാവളം കേട്ടിട്ടാ പിന്നെ വീട്ടിലേക്ക് കയറി വരുവുള്ളായിരുന്നു. അത് ഞങ്ങളൊക്കെ കേട്ട പല പാട്ടുകളും ആദ്യം കേട്ടിട്ടുള്ളത് അപ്പൊ റാണി ആൻറ്റി ആയിരിക്കുമല്ലോ. അതെ അതെ അല്ലേ? അതെ. ആദ്യമൊക്കെ പിന്നെ സ്റ്റുഡിയോയിൽ പോകുമ്പോ റെക്കോർഡിങ്ങിന് പോകുമ്പോ എന്നെ കൊണ്ടുപോകുമായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളായി കഴിഞ്ഞപ്പോ ഞാൻ പോകില്ല, എന്തായാലും വന്നു കഴിഞ്ഞാൽ ആദ്യം കേൾപ്പിച്ചിട്ട്. അർജുന മാഷാണ് വിവാഹത്തിന്റെ ആണോ? അതെ അതെ. മാഷിന്റെ മോളും ഞാനും കൂട്ടായിരുന്നു, ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ മാഷ് ഇങ്ങനെ വീട്ടിൽ പറഞ്ഞപ്പോഴാണ് ഈ കല്യാണാലോചന ഉണ്ടായത്. എന്നിട്ട് മാഷ് കല്യാണം ആലോചിച്ച് കഴിഞ്ഞിട്ട് ചേട്ടൻ കാണാൻ വന്നു.
കാണാൻ വന്നപ്പോൾ അപ്പോൾ പ്രേമഗീതങ്ങളുടെ ഫംഗ്ഷൻ എന്തോ കഴിഞ്ഞിട്ട് 100th ഡേ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വരികയായിരുന്നു. അപ്പോൾ വന്നിട്ട് എല്ലാവരും കുറേ പേരുണ്ടായിരുന്നു, 10-11 പേരുണ്ടായിരുന്നു കാണാൻ വന്നപ്പോൾ. അപ്പോൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, മ്യൂസിക് ഡയറക്ടർ ജോൺസൺ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്? ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല, ഞാൻ യേശുദാസ്, എസ് ജാനകി, സുശീലാമ്മ അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് പിന്നെ അവസാനം വരെ പറയുമായിരുന്നു, അവൾ എന്നെ അത്രയും പേരുടെ മുൻപിൽ വെച്ച് നാണം കെടുത്തി. ഈ അർജുന മാസ്റ്റർ മകള് കൂടെ പഠിച്ചിരുന്നു എന്നുള്ളത് അങ്ങനെ ഒരു, അതല്ലാതെ ആന്റിക്ക് ശരിക്കും സിനിമയുമായിട്ട് വേറെ ബന്ധങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നല്ലോ? ഇല്ല, ഒരു ബന്ധമില്ലായിരുന്നു. ജോൺസൺ മാഷ് ജീവിതത്തിൽ വന്നതിന് ശേഷമല്ലേ എല്ലാ സിനിമയും സിനിമാക്കാരുമായിട്ടൊക്കെ ഉള്ള പരിചയങ്ങളും ബന്ധങ്ങളും ഒക്കെ തുടങ്ങുന്നത്? അതെ അല്ലേ? അതെ. സത്യൻ സാറിനെ ഏത് കാലം ഉണ്ടെന്ന് അറിയാം? പണ്ട് തൊട്ട് തന്നെ അറിയാമല്ലോ. ആദ്യത്തെ പടം ചെയ്യുമ്പോൾ വിവാഹിതരാണോ ഇവര്? ആ സമയത്ത് പൊന്മുട്ടയുടെ താറാവിന്റെ സമയത്തൊക്കെ വിവാഹിതരാണ്. പിന്നെ അല്ല, അവിടെ നമുക്ക് ഉള്ളത് വെച്ചാൽ ഞാനും ജോൺസണും ഒന്ന് തൃശ്ശൂർക്കാരാണ്, ഒരേപോലെ ഉള്ള വേവ് ലെങ്ത് ഉള്ള ആൾക്കാരാണ്. അപ്പം ഞങ്ങളുടെ റെക്കോർഡിങ് സമയത്ത് എന്തായാലും ഒരു ദിവസം ഫുഡ് വീട്ടിൽ നിന്നാണ്, അതായത് നിർബന്ധപൂർവ്വം അവിടെ കൊണ്ടുപോകും. റാണിയാണ് ചോറ് വിളമ്പി തരിക. അങ്ങനെ അത് ഒരു വല്ലാത്ത ബന്ധമാണ് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. ജോൺസൺ മാഷുടെ ഓർമ്മകളുമായി നിരവധി അനവധി മനോഹരങ്ങളായ സാഹിത്യ ഭംഗിയുള്ള ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള രചയിതാവ് MD രാജേന്ദ്രൻ സാർ. ജോൺസൺ എന്ന് പറയുന്ന സംഗീത സംവിധായകനെ വാസ്തവത്തിൽ സൃഷ്ടിച്ചത് ഭരതനാണ്. ഭരതൻ്റെ ഒരു സൃഷ്ടിയാണ് ജോൺസൺ. എന്ന് വെച്ചാൽ ദേവരാജൻ മാസ്റ്ററുടെ ശിഷ്യനായി വർഷങ്ങളോളം നിന്ന മനുഷ്യൻ വിത്ത് ദ കൺസെൻറ്റ് ഓഫ് ദേവരാജൻ മാസ്റ്റർ ഭരതൻ്റെ വീട്ടിൽ വരുന്നു. ഞാൻ KPSC ലളിത, ഭരതൻ, ജോൺസൻ്റെ അസിസ്റ്റൻ്റ്, ഈ 4 പേരും കൂടി ഇരുന്നിട്ട് അടിയറവെന്നുള്ള പ്രഖ്യാതമായ ഭരതൻ്റെ നോവൽ പാർവതി എന്ന പ്രശ്നമിയാക്കുകയാണ്. അതിൻ്റെ 4 പാട്ടുകൾ എഴുതാൻ വേണ്ടി ഭരതൻ എന്നെ വിളിച്ചു വരുത്തുകയാണ്. ഞാൻ ആകാശവാണിയിൽ നിന്ന് ലീവൊക്കെ എടുത്താണ് ചെല്ലുന്നത്. ചെന്ന് ഭരതൻ്റെ വീട്ടിലിരിക്കുന്നു. ജോൺസൺ വരുന്നു. അപ്പോൾ ജോൺസൺ വരുന്നത് ദേവരാജൻ മാസ്റ്ററുടെ അനുഗ്രഹം ഒക്കെ തേടിയിട്ടാണ് വരുന്നത്. അങ്ങനെ വന്ന് അവിടെ ഇരിക്കുന്നു. സുഖമായിട്ട് ഈ 4 പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നു. കമ്പോസ് ചെയ്യുന്നത് ഏറ്റവും രസമുള്ളത്, ഞാൻ വരി എഴുതി കൊടുക്കുന്നു. എഴുതി കൊടുത്ത വരികൾ അവിടെ വെച്ച് ട്യൂൺ ചെയ്യുകയാണ്. അപ്പോൾ ഭരതൻ ഇങ്ങനെ ഒരു നിഴല് പോലെ കൂടെയുണ്ട്, കാരണം പാട്ടിൻ്റെ കൂടെ. അപ്പോൾ ജോൺസനെ എങ്ങനെ എല്ലാ രീതിയിലും ഇൻസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭരതൻ. അപ്പം അങ്ങനെ ഓരോ പാട്ടുകളും, ആദ്യത്തെ പാട്ടാണ് നന്ദസുതാവര തവജൻ എന്നുള്ള ഹിറ്റ് പാട്ട്. പാടിയത് വാണിജ്യറാമാണ്. നന്ദസുതാവര തവജനനം വൃന്ദാവന ശുഭപുളീനം, അതാണ് ആ പാട്ട്. അപ്പോൾ ആ പാട്ട് വാസ്തവത്തിൽ ഏറ്റവും ഹൃദ്യമായ രീതിയിലുള്ള ട്യൂണ് അവിടെ വെച്ചുണ്ടാവുകയാണ്. മാത്രമല്ല ആ വരികളാണെങ്കിലും വരികളുടെ ഉള്ളിലേക്ക് കടന്നാണ് ഈ ട്യൂൺ വരുന്നത്. അത്ര ഗംഭീരമായിരുന്നു ആ പാട്ട്. ആ പാട്ടിൻ്റെ റെക്കോർഡിങ് വാണിജ്യറാമാണ് പാടിയത്. ഒരു ജനുവരി 1-ാം തീയതിയാണ് ഈ പാട്ട് അവിടെ റെക്കോർഡ് ചെയ്യുന്നത് മദ്രാസിൽ. ന്യൂ ഇയർ ഡേ അന്നാണ് ചെയ്യുന്നത്. മദ്രാസിൽ മലയാള സിനിമയിലെ സമ്പന്നരായ എല്ലാ ഡയറക്ടേഴ്സും ഉണ്ട്. KG ജോർജ്, പത്മരാജൻ എന്ന് വേണ്ട ഭരതൻ്റെ എല്ലാ ഫ്രണ്ട്സും, പവിത്രൻ, ഇങ്ങനെ ഒരുപാട് പേര് റെക്കോർഡിങ്ങിന് അവിടെ വന്നിരുന്നു ഈ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ ജോൺസൺ ഒരു സംഗീത സംവിധായകനായി അവരോധിക്കപ്പെടുന്ന ആ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ഒരർത്ഥത്തിൽ മലയാള സിനിമ മുഴുവനുണ്ടായിരുന്നു. മാത്രമല്ല ജോൺസന്റെ അതിലെ ഓരോ പാട്ടുകളും ഒന്നിനൊന്ന് ഹിറ്റുമായിരുന്നു. കുറുനിരയോ മഴ മഴ മുകിൽ നിരയോ കൊനു കൊനു ചികുരമദനലാസ്യലഹരിയോ എന്ന് പറഞ്ഞിട്ട് ജയചന്ദ്രൻ ഒരു പുതിയ ലിഫ്റ്റ് കിട്ടിയ പാട്ടാണ് അത്. അങ്ങനെ ഞാൻ വലതുകാല് വെച്ച് എന്ന് തന്നെ പറയാം, മലയാള സിനിമയിൽ വലതുകാല് വെച്ച് ഒരു ഹിറ്റ് റൈറ്ററായിട്ട് മാറുന്നത് വാസ്തവത്തിൽ ബിക്കോസ് ഓഫ് ജോൺസൺ ആൻഡ് ഭരതൻ. വിവാഹത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ്. അതെ, ഓർമ്മയ്ക്കായി എന്ന് പറഞ്ഞ പടത്തില് ഭരതേട്ടന്റെ പടമായിരുന്നു. അതിനപ്പം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് ആദ്യം. അപ്പം എല്ലാവരും പറയായിരുന്നു, ബാലേന്ദ്ര മേനോനാണ് ചേട്ടൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞു, പിന്നെ കുഞ്ഞുണ്ടായി കഴിഞ്ഞിട്ടാണെങ്കിൽ അത് കുഞ്ഞിന്റെ ഭാഗ്യം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഇത് റാണിയുടെ ഭാഗ്യം. ഒരു വൈകാരികമായ ഒരുപാട് മുഹൂർത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ജോൺസൺ ഒരിക്കലും ഒരു അപകടം പറ്റിയല്ലോ. ട്രെയിനിൽ നിന്ന് ജോൺസൺ ഒരു രാത്രി വീണുപോയി. അങ്ങനെ അതാണ് ആ നെറ്റിയിലെ കലയൊക്കെ. അപ്പോൾ ട്രെയിനിൽ നിന്ന് വീണ വിവരം മദ്രാസിലിരിക്കുന്ന റാണി അറിഞ്ഞാൽ ഉണ്ടാകാവുന്ന പ്രയാസങ്ങൾ അറിയാലോ. ഞാനാണെങ്കിൽ അവിടെ വന്ന് സിയാദ് കോക്കറിനൊക്കെ വിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അവിടെ നിന്ന് അന്തിക്കാടുന്ന് പോന്നിട്ടില്ല. വേവലാതിപ്പെട്ടിരിക്കുന്ന റാണി ഒരിത്തിരി സമാധാനമായത് ജോൺസൺ പിന്നീട് എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ വിളിച്ചിരുന്നു റാണിയോട് പറഞ്ഞു, റാണി പേടിക്കാതിരിക്കുക, എന്തെങ്കിലും കൂടുതൽ വലിയ ഇഷ്യൂസ് ആണെങ്കിൽ ഞാനിവിടെ ഇരിക്കുന്ന റാണിക്ക് തോന്നുന്നുണ്ടോ?
ഞാൻ അവിടെ ആയിരിക്കില്ലേ? അത് പറഞ്ഞപ്പോഴാണ് വിളിച്ചിട്ട് ഓരോ ഇതാ പറയണ, അവിടെ പൊട്ടി ഇവിടെ പൊട്ടി എന്ന് പറഞ്ഞിട്ട് ആകെ ടെൻഷനായിരുന്നു. അതെ, അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞതാണ് സമാധാനം. റാണി സമാധാനമായിരിക്കും, എന്തെങ്കിലും കൂടുതൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഒന്ന് ശാന്തമായി എന്ന് ജോൺസൺ പറഞ്ഞിട്ടുണ്ട് പിന്നീട്. അല്ല, സത്യമാണ്, ഒരു സൗഹൃദമുള്ള സ്ഥിതിക്ക് നമ്മളവിടെ ഓടിയെത്തും എന്നുള്ളൊരു ബോധ്യമുണ്ടല്ലോ. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ പാട്ട് ഇന്നതാണ് ഇഷ്ടം എന്നൊക്കെ റാണി ആന്റിയോട് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ള നിലയിൽ, അല്ലെ റാണി ആന്റിക്ക് വേണ്ടിയുള്ള പാട്ടുകൾ ചെയ്തിട്ട് ഞങ്ങളത് പിന്നെ സിനിമാ പാട്ടായിട്ട് കേട്ടിട്ടുണ്ടോ? അങ്ങനെയില്ല, അങ്ങനെയില്ല. എല്ലാ പാട്ടുകളും ചേട്ടൻ അങ്ങനെ ഇഷ്ടമായിരുന്നു. റാണി ആന്റി പറയുമായിരുന്നു ഏതെങ്കിലും ഒരു പാട്ട് എനിക്ക് ഇന്നതാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഇപ്പൊ വിവാഹ ശേഷം വിവാഹത്തിന് മുമ്പ് ചെയ്ത പാട്ടുകളിൽ ഏതാ ഇഷ്ടം എന്ന് ചോദിക്കുമോ? അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഞാൻ എല്ലാ പാട്ട് കേൾക്കുമ്പോ നല്ല പാട്ട് നല്ല പാട്ട് അങ്ങനെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് പാട്ട് പാടാനൊന്നും അറിയില്ല, കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. റാണേന്റെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പാട്ട് ഏതായിരിക്കും റാണേന്റെ? എന്റെ മൺവീണയിൽ എന്നുള്ള റാണി പലപ്പോഴും പറഞ്ഞു, എന്റെ മൺവീണയിൽ കൂടെ ഞാൻ ഒരു മൗനം നേരം പുലരുമ്പോൾ എന്ന് പറയുന്ന സിനിമയിലെ ONV സാറിന്റെ വരികളാണ്. ജോൺസൺ മാസ്റ്ററെ നമ്മളോടൊപ്പം ഇപ്പോൾ ഓർക്കുകയാണ് ഗായകനും സംഗീത സംവിധായകനുമായ നടേശ് ശങ്കർ. ജോൺസേട്ടൻ ഒരു ദിവസം അദ്ദേഹത്തിന് തൊണ്ടയ്ക്ക് സുഖമില്ലാതെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ട് പാടാറ്. ട്രാക്ക് പാടാൻ ആരെയും വിളിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാട്ട് പറഞ്ഞു കൊടുത്താൽ കൃത്യമായിട്ട് പാടിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ദേഷ്യം വരും. അപ്പോൾ അദ്ദേഹം തന്നെ കയറി പാടുന്ന ഒരു രീതിയായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തിന് തീരെ തൊണ്ടയ്ക്ക് സുഖമില്ലാതെ ഒരു പാട്ടുകാരൻ അന്വേഷിച്ച് രാജാമേട്ടൻ്റെ അടുത്ത് ചോദിച്ചു, ആരെ കൊണ്ട് അത്ര മണി പാടിക്കാതെ. അങ്ങനെ രാജാമേട്ടൻ എന്നെ പരിചയപ്പെടുത്തി ജോൺസേട്ടനെ. അങ്ങനെ ജോൺസേട്ടൻ്റെ പാട്ട് ആദ്യമായിട്ട് പാടുന്നത് എന്നും നന്മകൾ എന്ന് പറഞ്ഞ സത്യേട്ടൻ്റെ പടം, സത്യാനന്ദിക്കാരൻ്റെ പടം, താരാഗണങ്ങൾക്ക് താഴെ എന്ന് പറഞ്ഞ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് ജോൺസേട്ടൻ്റെ പാടിയത്. അവിടെ നിന്ന് അങ്ങോട്ട് അത് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ട് പാടാൻ എന്നെ വിളിക്കുന്നത് ഞാൻ വേറൊരു സ്ഥലത്ത് റെക്കോർഡിങ്ങിന് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദേവേന്ദ്രൻ എന്ന് പറയുന്ന തമിഴിലൊരു മ്യൂസിക് ഡയറക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് എന്നെ വിളിച്ച് പ്രസാദ് ലാബ് സ്റ്റുഡിയോയിൽ കൊണ്ടുവന്ന് ഈ പാട്ട് പറഞ്ഞു തന്നിട്ട് പെട്ടെന്ന് പഠിച്ച് അരമണിക്കൂറിനുള്ളിൽ റെക്കോർഡിങ്ങും കഴിഞ്ഞു, പാട്ട് പഠനം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ജോൺസേട്ടൻ പറഞ്ഞു, പിറ്റേ ദിവസം മുതൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും, പിന്നെ അവിടെ നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരയ്ക്കുള്ള ഒരുപാട് പാട്ടുകൾ എനിക്ക് പാടാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ റെക്കോർഡിങ്ങുകൾക്കും പാടുമ്പോൾ മധുരം ചെയ്യാൻ പ്രതിബന്ധു, മഞ്ചാടി മണി കൊണ്ട് മാണിക്കൂടെ നിറഞ്ഞു, താരാഗണങ്ങൾക്ക് താഴെ, സ്നേഹാർത്ഥ സന്ധിക്ക് മീത്, അങ്ങനെയൊക്കെ ഒരുപാട് പാട്ടുണ്ട്. അതേ പാതിര പാൽക്കടല്, അങ്ങനെ എണ്ണിയാ തീരില്ല അത്രയധികം പാട്ടുകൾ എനിക്ക് പാടാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ജോൺസണിൻ്റെ. ഓർമ്മയിലെന്നും ജോൺസൺ മാസ്റ്റർ എന്ന ഈ പരിപാടിയിലേക്ക് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മിൻമിൻ ചേച്ചി വളരെ നന്ദി. വന്നതിന് നിഷാദ് ഞാൻ നന്ദി പറഞ്ഞു കഴിഞ്ഞു. സത്യൻ സാർ, ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ടെലിവിഷൻ പരിപാടികളിലൊരു സാന്നിധ്യമേ അല്ല, വല്ലപ്പോഴും മാത്രം അത്ര സെലക്റ്റീവായി ചില സിനിമയുടെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടല്ലാതെ സന്നിഹിതനാകാത്ത ഒരാളാണ്. ഞങ്ങൾ ഈ പരിപാടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജോൺസൺ മാസ്റ്ററുടെ ഒരു എപ്പിസോഡാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം ഇതിൽ വരാമെന്നേറ്റു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. റാണി ആന്റി ഒരുപക്ഷെ ടെലിവിഷൻ പ്രേക്ഷകർ അധികം കണ്ടിട്ടേ ഉണ്ടാവില്ല. ആദ്യം ഒരു അർദ്ധസമ്മതവും പിന്നീട് പൂർണ്ണസമ്മതവും നൽകി ഈ പരിപാടിയിലേക്ക് റാണി ആന്റിയും വന്നു. ഒരാരാധകർ എന്ന നിലയിലോ ആസ്വാദകർ എന്ന നിലയിലോ ഒക്കെ നമ്മൾ മലയാളികളായിട്ടാണ് ജനിച്ചിട്ടുള്ളതെങ്കിൽ ജോൺസൺ മാസ്റ്ററിൽ നിന്നോ അദ്ദേഹത്തിന്റെ പാട്ടിൽ നിന്നോ ഒക്കെ ഒളിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഏറെ ശ്രമകരമായ ജോലിയാണ്. എവിടെയെങ്കിലുമൊക്കെ പാട്ടായിട്ട് വരും, നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കും. നമ്മളെ സംബന്ധിച്ച് അവരെ നമ്മൾ ഓർക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ആരാധകരാണ്, ആസ്വാദകരാണ്. എന്നാൽ സത്യൻ സാറിനെ പോലെയുള്ള സുഹൃത്തുക്കൾ അല്ലെങ്കിൽ റാണി ആന്റിയെ പോലെ സ്വന്തമായുള്ളവർക്ക് അത് ഓർക്കേണ്ടതില്ല. അവർ മറക്കാത്ത കാര്യങ്ങളാണ് ഓരോന്നും. അതുകൊണ്ട് തന്നെ അവരുടെ അത്തരത്തിലുള്ള ഓർമ്മകളിലേക്ക് ഒരുപാട് യാത്ര ചെയ്യാതെ ഓർമ്മയിലെന്നും ജോൺസൺ മാസ്റ്റർ എന്ന ഈ പരമ്പര ഇവിടെ താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്. ക്ഷണം സ്വീകരിച്ചെത്തിയ ഓരോരുത്തരോടും ഹൃദയപൂർവ്വം നന്ദി ഈ അവസരത്തിൽ പറയുന്നു. നന്ദി. നമുക്ക് സൈൻ ചെയ്യാം. ഓക്കെ.
ഓർമ്മയിൽ നിന്നും ജോൺസൺ മാസ്റ്റർ എന്ന പരമ്പര ഇവിടെ അവസാനിക്കുമ്പോൾ ജോൺസൺ മാസ്റ്ററുടെ പ്രിയ പത്നി റാണി ആന്റിക്ക് ബഹുമാനപ്പെട്ട സത്തനന്തിക്കാട് സാർ അമൃത ടിവിയുടെ വകയായുള്ള ഉപഹാരം സമർപ്പിക്കുന്നു. ഉള്ളിൽ ആമോദ തിരകൾ ഉയർത്തുന്ന ഒരുപാട് മനോഹരങ്ങളായ ഗാനങ്ങൾ മലയാളിക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ ജീവിതത്തിലൂടെ, സംഗീതത്തിലൂടെ, സുഹൃത്തുക്കളിലൂടെ, സിനിമകളിലൂടെയൊക്കെയുള്ള ഒരു യാത്രയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. അതേ ഗാനത്തിന്റെ അടുത്ത വരിയിൽ പറയുന്ന ഒരു കൗതുകമുണർത്തുന്ന വാക്ക് മൗനം പാടുന്നു. മൗനമായി പാടുക എന്നത് അസാധ്യമാണ്. ജോൺസൺ മാസ്റ്ററെ ഓർക്കാതിരിക്കുക എന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് എത്ര അസാധ്യമാണോ അത്രയും. ജോൺസൺ മാസ്റ്റർ എന്ന ആ അതുല്യ പ്രതിഭയുടെ ഓർമ്മകൾക്ക് ശേഷം വരുന്ന എപ്പിസോഡിൽ നമ്മൾ ഓർക്കുന്നത്